ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. അപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു നട്ടപ്പാതിരാത്രിക്ക് നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും കൂടെ എവിടെ പോവാണ്? സിനിമ കാണാൻ. ഏത് സിനിമ? എമ്പുരാൻ കാണാൻ പോവാണ് കേട്ടോ. അപ്പം എമ്പുരാൻ നമുക്കറിയാം എത്രത്തോളം ഹൈപ്പിൽ വന്നിരിക്കുന്ന പടമാണെന്ന്. ഇന്ന് റിലീസ് ആയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മാത്രമല്ല ഇപ്രാവശ്യം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അല്ലേ സിനു? അതെ കിട്ടിയില്ല. അപ്പൊ നമ്മളിപ്പോ രാത്രി 9 മണിക്കത്തെ ഷോയിലാണ് പോകുന്നത്. നമ്മള് മീനാക്ഷി മോഹനിലാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ചില സിനിമകൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് അത് നമ്മൾ OTT-യിൽ കണ്ട ആ ഒരു സുഖം ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഇതേപോലത്തെ ഒരു സിനിമയ്ക്ക്. അപ്പൊ ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ട് നമ്മൾ നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് പോകുന്നത് ഞാനുണ്ട്, സുഹൈലുണ്ട്, അത് രഞ്ജു, ഇത് സിനു. അപ്പം സിനു ഒക്കെ ജിമ്മൊക്കെ അടച്ചുപൂട്ടി ഇന്ന് എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അധികം നാളുകൾക്ക് ശേഷമാണ് പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത്. കുറച്ച് ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. സിനിമ 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ ഞാൻ ഇരിക്കുന്ന കാര്യമൊക്കെ അങ്ങനെ ഇരിക്കാനൊന്നും ആയിട്ടല്ല. അങ്ങനെയൊക്കെ പറഞ്ഞവർ എന്തൊക്കെ കൺഫ്യൂസ് ആവൂലെ? എന്താ പ്രശ്നം? എന്റെ സ്വന്തം ഭാര്യയല്ലേ ഞാൻ, എന്നെ ഇങ്ങനെ ട്രോളാവോ നീ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. പാവ സുഹൈലൊന്നും അത് ഞാൻ മേക്കപ്പ് ഇട്ടോണ്ട് തോന്നുന്നതായിരിക്കും. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ചായ അടിക്കണം. ഞാൻ ഉച്ചക്ക് ഇച്ചിരി ചോറ്, അത് ഞാൻ ഉണ്ടാക്കിയ കറിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്ര തൃപ്തി ഒന്നും വന്നിട്ടില്ല. സുഹം പിന്നെ പകലൊന്നും കഴിച്ചിട്ടില്ല. അവൻ നോമ്പ് തോർന്നില്ലേ നീ? എന്ത് വെച്ചിട്ട്? നീ ഒന്നും കഴിച്ചില്ലടാ? കഴിക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ? അതെന്താ വെച്ചാൽ ഞാനൊരു റീല് കണ്ടു കപ്പയും ചിക്കനും. ഞാൻ ഈ കപ്പയൊക്കെ കഴിച്ചിട്ട് കാലങ്ങൾ കുറെ ആയി. അപ്പൊ എനിക്ക് ഭയങ്കര ഇന്ന് നമ്മള് സിനിമ കാണാൻ പോയി. ഇന്ന് തന്നെ പറ്റിയാൽ അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. പക്ഷെ ഇന്ന് സിനിമ കഴിയുമ്പോ 12 മണിയാവും. വീടെത്തുമ്പോ ഏകദേശം 1 മണി ആകുമായിരിക്കും. എന്ത് റിവ്യൂ പറയാനുള്ള മെച്യൂരിറ്റി എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഗൈസ്. അതായത് നമ്മള് ഏതെങ്കിലും ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് അടിച്ച് കാണും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സിനിമകളൊന്നും ഇല്ല. പറയടാ കുഞ്ഞാ, ലിസ്റ്റ് പറ. മേഘമൽഹാർ ഒന്ന്, ബ്രോഡാഡി ഒരെണ്ണം കൂടെ, ഡ്രീംസ് അല്ല, ഡ്രീംസ് ഈ എടുത്തിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ. സോ ഈ 3 സിനിമകൾ, പിന്നെ തലയാണ മന്ത്രം, ഈ 4 സിനിമകൾ ഞാൻ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് അടിച്ചിടണം. റിപ്പീറ്റ് അടിച്ചിടണം എന്ന് വെച്ചാൽ ചുമ്മാ തള്ളുന്നൊന്നുമല്ല. ആഴ്ചയിൽ 1 പ്രാവശ്യം ഈ 4 എണ്ണം എന്തായാലും കണ്ടിരിക്കും. ചുമ്മാ ഇരിക്കടേ. ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും ഇരുന്ന് കാണത്തില്ല. പക്ഷെ എന്നാലും ഞാൻ വർക്ക് ചെയ്യൊക്കെ ആണെങ്കിലും ഈ സിനിമകളൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടാവും. ഈ 4 സിനിമകൾ ഇത് ഞാൻ തന്നെ പിന്നെ ഇരുന്ന് കാണും. എടാ എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ? ഇത് സുഹൈലിന്റെ പുതിയ വണ്ടിയാണ് കേട്ടോ, അല്ലേ സുഹൈലെ? 2013 എടാ അവൻ പുതിയതായിട്ട് എടുത്തല്ലേടാ? എടാ അവൻ ഈ വണ്ടി അവൻ പുതിയതായിട്ട് എടുത്തല്ലേ? ഇതില് ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നേ? അല്ലേ കൂട്ടാ? അതാണ് കവി ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഫാസ്ടാഗ് ഇല്ല, നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് പൈസ കൊടുത്തു അല്ലേ? ഇഷ്ടപ്പെടാൻ അതെന്താ? ഞാൻ ഒറ്റടിക്ക് എടുത്തു പോരും. നീ ആരാന്നാ നിന്റെ വിചാരം? നെഞ്ചു ആദ്യമൊക്കെ രഞ്ജന് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ രഞ്ജന് വണ്ടി എത്ര സ്ക്രാച്ചാലും കുഴപ്പമില്ല.
എമ്പുരാൻ ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൂസിഫർ ആയിട്ടും എമ്പുരാനായിട്ടും മാത്രം കാണുക. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും നിൽക്കണ്ട. സോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രം സെക്കൻഡ് പാർട്ട് കാണാം. പിന്നെ മേക്കിംഗ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ മലയാള സിനിമ കാണാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ്, ഒരു ഹോളിവുഡ് സ്റ്റൈൽ അല്ലടാ. എന്തുകൊണ്ടാ സമ്മതിക്കാൻ എത്ര ബുദ്ധിമുട്ട് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ നിനക്ക് മാത്രം ഒരു ഇച്ചിരി മിക്സഡ് ഒപ്പീനിയൻ ഉണ്ടോടാ? എനിക്ക് കുറച്ചല്ല, നല്ലതായിട്ടുണ്ട്. ഇല്ല, നെഗറ്റീവ് റിവ്യൂ ആയതുകൊണ്ടാണ് ഓടിച്ചിരുന്ന നെഗറ്റീവ് റിവ്യൂ പറയുന്നത്. നെഗറ്റീവ് റിവ്യൂ ഒന്നുമല്ല, മറ്റേ എന്താ പറയുക, ഒരു ഫസ്റ്റ് ആണ്. ഗുമ്മും കൊണ്ടിട്ട് ഫസ്റ്റിന് എന്റെ മോനെ ഇതിന് ഗുമ്പ് കിട്ടിയില്ലെന്നോ? ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു മറ്റേ പൃഥ്വിരാജ് നായകനാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട്. മിണ്ടരുത്. എന്തായാലും നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സ്ലോ മോഷൻസ് എല്ലാം അടിപൊളിയാണ്. നല്ല രോഞ്ചാമം വരും അല്ലേ? അതന്നെ. ആരൊക്കെ നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ട് ദീപക് ദേവിന്റെ മ്യൂസിക് കൊള്ളില്ല എന്നൊക്കെ. മ്യൂസിക് ശരിക്കും ആ മൂവിനെ നല്ല രീതിയിൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ് തരാനായിട്ട് നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൃഥ്വിരാജിന് ഓഫ് കോഴ്സ് എമ്പുരാനിലുള്ളതിന് ലൂസിഫർ ഉള്ളതിനെ കഴിഞ്ഞ് കുറെ കൂടെ റോൾ ഉണ്ട് ഇതില്. അങ്ങനെ പിന്നെ ആ ഡ്രാഗന്റെ ഫോട്ടോ ബാക്കിൽ വെച്ചിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആരാന്നും വെച്ച് കേരളം മൊത്തം ഡീകോഡ് ചെയ്തിട്ട് ബേസിൽ ജോസഫ് തൊട്ട് അമീർ ഖാൻ വരെ പോയെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട, സ്പോയിലർ ആയി പോകും. കാണാനുള്ളവർക്ക് ആ ഒരു ത്രില്ലുള്ളത് നല്ലതാണ്. നിങ്ങൾ എന്തായാലും മൂവിക്ക് ഓൺ ടൈം ചെല്ലണം. കാരണം ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, ഫസ്റ്റ് സീൻ ഇൻ ദ സെൻസ് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഉണ്ടാകും തോന്നില്ല, ഭയങ്കര മാരകമായിട്ടുള്ള സീൻസ് ആണ്. അതൊന്നും മിസ് ചെയ്യരുത്. ഐ മീൻ ഒരു സീൻസും മിസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ സാധാരണ വൈകി പോകുന്ന ചില സ്വഭാവം എന്നെ രഞ്ജുവിനെ പോലുള്ളവർക്കൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും മിസ് ചെയ്തേക്കരുത്. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റും നല്ലൊരു നമുക്കൊരു വൺ വേർഡിൽ പറയാനാണെങ്കിൽ ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. അത് 2 വാക്കായെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എങ്കിലും അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. നമ്മുടെ ടിക്കറ്റ് പൈസ, നമ്മൾ കൊടുക്കുന്ന പൈസ എന്തായാലും നഷ്ടമാവത്തില്ല. പിന്നെ ലാലേട്ടന്റെ കട്ട ഫാൻസിനൊക്കെ പോയി എന്താ പറയാ അർമാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ ലുക്ക് ലാസ്റ്റിലൊക്കെ രക്ഷയില്ല കേട്ടോ, അടിപൊളിയാ അല്ലടാ? ഭയങ്കര കിട്ടു ലുക്കാണ്. കോഫി കുടിക്കണം, വിശന്നിരിക്കുക. ആനനെ ബിരിയാണി വെച്ചാൽ ഞാനിപ്പോ കഴിക്കും. പെട്രോൾ ബങ്കിലാണ് നമുക്ക് കോഫി. നമ്മള് ഓഫീസ് റൗണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും രാത്രി ഇതേ പെട്രോൾ ബങ്കിൽ ഇരുന്നിട്ടാണ് കോഫി കുടിച്ചിട്ടാണ്. അപ്പൊ നമ്മള് വീണ്ടും ഇവിടെ കയറി കാപ്പി കുടിക്കാം. എടുത്തിട്ട് ബില്ല് ചെയ്യാം. ഏതാ നീ നിനക്ക് വേണ്ടേ? എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് വേണം. എടാ ലാസ്റ്റ് ടൈം ഇവിടുന്ന് എടുത്തില്ലേ ഇതാ. എടാ കാപ്പി ഉണ്ടോന്ന് ആദ്യം ചോദിക്കും. കാപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ബണ്ണിന്റെ ആവശ്യമുള്ളൂ. ഇവനെന്നോട് പോയിട്ട് മലയാളത്തിൽ ചോദിക്കും ചേട്ടാ കാപ്പി ഉണ്ടോന്ന്. സീന് എല്ലാരും മലയാളം പഠിപ്പിക്കും. കോഫി ഇല്ലേ? എനിക്കൊരു മുഖുമുഖു. അത് മുഖുമുഖു അല്ലല്ലോ, എന്തും പോക്കോ ലോക്കോ. ആ മുഖുമുഖം ഉണ്ടോ? അതന്നെ തന്നെ. മിൽക്ക് ഷേക്ക്. ആഹാ, മേ ബി സ്ട്രോബെറി. എടാ കാപ്പി ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ബണ്ണ് വേണമെന്നില്ലായിരുന്നു. ഇതാണ് നമ്മള് സമയത്തിന് നേരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അൺഹെൽത്തി ആയിട്ട് ലേറ്റ് നൈറ്റ് ഇങ്ങനത്തെ കഴിക്കും. ഞാൻ കഴിച്ചത് എന്താ ഒരു ബണ്ണും പിന്നെ മിൽക്ക് ഷേക്ക്. അപ്പോൾ ടു വൈൻഡ് അപ്പ്, ഈ ചില നെഗറ്റീവ് റിവ്യൂസ് കേട്ടു കേട്ടോ, ഭയങ്കര അതിഭീകരമായിട്ടുള്ള, അതായത് എന്തുവായി ചെയ്ത് വെച്ചേക്കുന്ന എന്ന രീതിയിലുള്ള നെഗറ്റീവ് റിവ്യൂസ് കേട്ടു. അത് കേട്ടിട്ട് ആരും തിയേറ്ററിൽ പോവാതിരിക്കരുത്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട അങ്ങനത്തെ ഒരു പടമാണ് കേട്ടോ. അപ്പം ഈ നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ട് ആരും പോയി കാണാതിരിക്കരുത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ രാവിലെ തൊട്ട് കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം തോന്നി, എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നി. പക്ഷെ അതൊന്നുമില്ല. ആ പറയുന്നതൊക്കെ
എന്താ പറയാ, മനഃപൂർവ്വം ഇങ്ങനെ പറയാൻ വേണ്ടി, അതായത് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് പറയും പോലെയൊക്കെ തോന്നി. ചിലവർക്ക് ആ ഹൈപ്പിനൊത്ത് ഉയർന്നിട്ടില്ല എന്ന് തോന്നും. എന്താ പറയാ, അവരെല്ലാരും തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട രീതിയിലുള്ളതല്ല, ഇതൊരു ചെറിയ പടമാണെന്ന്. പക്ഷെ ചെറിയ പടമൊന്നുമല്ല. പടം നമ്മുടെ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു അടിപൊളി ഒരു നല്ലൊരു സിനിമയാണ്. നമ്മുടെ ഹൈപ്പ് എത്രയാണോ അതിനനുസരിച്ച് ഇത് ഉയരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷെ ഈ പറയുന്ന ഇത്രയും കട്ട നെഗറ്റീവ് റിവ്യൂ അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. സിനിമ കൂടുതലും വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് പോലെ ഫുള്ള് മലയാളം അല്ല, അല്ലേ? അല്ല, കൂടുതലും ഇംഗ്ലീഷിലൊക്കെയാണ്, ഹിന്ദി ഉണ്ട്. അപ്പം മലയാളം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ട് തോന്നി. അതുകൊണ്ടായിരിക്കും ഇനി ചിലപ്പം സംഭവങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്തോ അറിയില്ല. പക്ഷെ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നതിന് മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉണ്ട് കേട്ടോ. ഒരു റേറ്റിംഗ് കൊടുക്കടാ ഔട്ട് ഓഫ് 10. സുഹു 8. എഞ്ചുബാനെ 9. അടിപൊളി. സിനോ 6. ഞാനും 9 കൊടുക്കും. അപ്പൊ എല്ലാരും മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണുക. പിന്നെ മൂവി കണ്ടവര് അതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങളുടെ റേറ്റിംഗ് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.